വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മെൻഡർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ്. ഇന്ന് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ 8ാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുമ്പുള്ള 7 ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യം മുതലേ ഒരു ഷാഡോ ടെക്നിക്ക് പോലെ അത് പറഞ്ഞ് റിവൈസ് ചെയ്ത് പറഞ്ഞ് പഠിക്കണം. പറഞ്ഞ് പഠിക്കാതിരുന്നാൽ അത് ഓർത്തിരിക്കില്ല. അതിനകത്ത് ഓരോ ക്ലാസ്സിലും പറഞ്ഞിരിക്കുന്ന എന്താന്ന് സമയം കിട്ടുമ്പോൾ അത് റിവൈസ് ചെയ്ത് നോക്കണം. ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഡ് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കാം, എപ്പോൾ ഉപയോഗിക്കാം എന്ന് നമുക്ക് തറവായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ വെർബിന് 3 ഫോംസ് ആണെന്ന് നിങ്ങൾക്കറിയാം: പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ നമുക്ക് പ്രസന്റും പാസ്റ്റും മാത്രം ഇന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, V1 V2. ഈ സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ. ഞാൻ ഇന്നലെ 3 കിലോമീറ്റർ നടന്നു. നടക്കുക എന്നുള്ളതിന് വെർബ് എന്താണ്? വാക്ക്. എന്റെ ബേസ് ഫോം എന്താണ്? V1 ഫോം എന്താണ്? വാക്ക്. അപ്പൊ അവിടെ എന്ത് ചേർക്കണം? വാക്ഡ്. അപ്പൊ എങ്ങനെ പറയും? ഐ വാക്ഡ് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ 3 കിലോമീറ്റർ നടന്നു. ഓക്കെ, ഞാൻ ഇന്നലെ 3 കിലോമീറ്റർ നടന്നു. നടക്കുക എന്നുള്ള വാക്ക് പാസ്റ്റിലാകുമ്പോ വാക്ഡ്. ഓക്കെ, ഇനി അടുത്ത വാചകം നിങ്ങൾ നോക്കിക്കേ. അവൻ ക്രിക്കറ്റ് കളിച്ചു. അവൻ ക്രിക്കറ്റ് കളിച്ചു. കളിക്കുക എന്നുള്ളതിന് എന്താണ്? പ്ലേ. അതിന്റെ V2 എന്താണ്? പ്ലേഡ്. എന്ത് പറയും? ഹി പ്ലേഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചു. അടുത്ത വാചകം നോക്കിക്കേ. അവൾ എന്നോട് ചോദിച്ചു. ചോദിക്കുക എന്നുള്ളതിന് വേർബ് എന്താണ്? ആസ്ക്. അതിന്റെ V2 എന്താണ്? ആസ്ക്ഡ്. ഷീ ആസ്ക്ഡ് മീ. ഷീ ആസ്ക്ഡ് മീ. ഓക്കെ, ഞാനിവിടെ 3 വാചകങ്ങൾ ഒന്നിച്ച് എഴുതാം. നിങ്ങൾ നോക്കിക്കേ. ഐ വാക്ക്ഡ് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഹി പ്ലേഡ് ക്രിക്കറ്റ്. ഷീ ആസ്ക്ഡ് മീ. ഇവിടെ എല്ലാം വെർബിന്റെ V2 ഫോം വന്നിരിക്കണം. നിങ്ങൾ നോക്കിക്കേ, ED ചേർത്താണ്. വാക്ക്ഡ്, പ്ലേഡ്, ആസ്ക്ഡ്. ഇതുപോലെ DO EDO ചേർത്ത് റെഗുലർ ആയിട്ട് അതിന്റെ V2 ഫോം. അപ്പൊ ലൗഡ് V2 ഫോം വരുന്ന വെർബ്സുകളെയാണ് നമ്മൾ പറയുന്നത് റെഗുലർ വെർബ്സ്. അതൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ. ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. കഴിക്കുക എന്നുള്ളതിന് എന്താണ്? ഈറ്റ്. അതിന്റെ പാസ്റ്റ് എന്താണ്? V2 ഫോം എന്താണ്? ate. We ate breakfast. ഇത് വേറൊരു രീതിയിലും നമുക്ക് പറയാം. ഈറ്റ് ചേർക്കാതെ we have our breakfast. have എന്ന് പറയാം പ്രസന്റില്. പാസ്റ്റ് എന്നൊരു എന്ത് പറയും? had. അപ്പൊ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന് എങ്ങനെ പറയാം? we had breakfast. ഒന്നില്ലെങ്കിൽ നമുക്ക് പറയാം we ate breakfast, അല്ലെങ്കിൽ we had breakfast. ഓക്കെ, അടുത്ത വാചകം നോക്കിക്കേ നിങ്ങള്. റാണി ഹോംവർക്ക് ചെയ്തു. റാണി ഹോംവർക്ക് ചെയ്തു. ചെയ്യുക എന്നുള്ളതിന്റെ വെർബ് V1 എന്താണ്? ഡു. അതിന്റെ പാസ്റ്റ് എന്താണ്? V2 എന്താണ്? ഡിഡ്. ചെയ്തു. റാണി ഡിഡ് ദ ഹോംവർക്ക്. ഇവിടെ ഡിഡ് എന്നുള്ളത് മെയിൻ വെർബ് ആണ്. ഡു എന്നുള്ള മെയിൻ വെർബിന്റെ പാസ്റ്റ് ആണ് ഏത്? ഡിഡ്. എങ്ങനെ പറയും? റാണി ഡിഡ് ദ ഹോംവർക്ക്. ഓക്കെ, അവൻ ഇന്നലെ പോയി. അവൻ ഇന്നലെ പോയി. പോകുക ഗോ. ഇന്നലെ ആയതുകൊണ്ട് പാസ്റ്റിൽ എന്ത് പറയും? വെന്റ്. ഹി വെന്റ് യെസ്റ്റർഡേ. ഹി വെന്റ് യെസ്റ്റർഡേ. ഓക്കെ, അവൾ 6 മണിക്ക് എഴുന്നേറ്റു. എഴുന്നേൽക്കുക എന്നുള്ളതിന് എന്താണ്? വേക്കപ്പ്. അതിന്റെ V2 എന്താണ്? വോക്കപ്പ്. എങ്ങനെ പറയും നമ്മള്? ഷീ വോക്കപ്പ് അറ്റ് 6 AM. She woke up at 6 AM. നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഞാൻ റെഗുലർ വെർബുകള് ഞാൻ പറഞ്ഞു. വാക്ക്, വാക്ഡ്, പ്ലേ, പ്ലേഡ്, ആസ്ക്, ആസ്ക്ഡ്, ജംപ്, ജംപ്ഡ്, ക്രൈ, ക്രൈഡ്, വിസിറ്റ്, വിസിറ്റഡ്. ഇങ്ങനെ റെഗുലർ ആയിട്ട് DED ചേർത്ത് വരുന്ന V2 ഫോംസിനെയാണ്, അങ്ങനെയുള്ള വെർബുകളെയാണ് നമ്മൾ പറയുന്നത് എന്ത്? റെഗുലർ വെർബ്.
ഇനി ഇന്റേണൽ വൗല് ചേഞ്ച് ചെയ്തോ വേറെ ഏതെങ്കിലും തരത്തിലോ V1ന്റെ പാസ്റ്റ് വേറൊരു ഫോം ആകുന്നതിന് പറയുന്നതാണ് ഇറഗുലർ വെർബ്. ഗോ, വെന്റ്, കം, കെയിം, ഈറ്റ്, ate, have, had, do, did, drink, drank. ഇതൊക്കെ ഇതിനകത്ത് വരും ഇറഗുലർ വെർബ്. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാ മതി. ഓക്കെ, ഇത്ര നേരം നമ്മൾ പാസ്റ്റില് സിമ്പിള് ഡിഡ് ഇല്ലാതെ അതിനകത്ത് പ്രസന്റില് നമ്മള് സ്റ്റേറ്റ്മെന്റുകള് പോസിറ്റീവില് എങ്ങനെ പറഞ്ഞു ആ സെന്റൻസുകളിലൊന്നും ഡിഡ് വന്നില്ല. വെർബിന്റെ പാസ്റ്റ് ഫോം ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഡിഡ് പാസ്റ്റിൽ എവിടെയൊക്കെ ഉപയോഗിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, രണ്ട് സ്ഥലത്ത് വരും. ഒന്ന് നെഗറ്റീവ്സ് ഉണ്ടാക്കാനും, പോസിറ്റീവിലാണ് നമ്മളിപ്പോ സെന്റൻസ് പറഞ്ഞത്, അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാനും ഡിഡ് ഉപയോഗിക്കും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാനും ചോദ്യം ചോദിക്കാനും നമ്മൾ ഉപയോഗിക്കും. നോക്കാം നമുക്ക്. ഞാൻ ഇന്നലെ 3 കിലോമീറ്റർ നടന്നു. ഐ വാക്ക്ഡ് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഇനി മലയാളത്തിലാണെങ്കിൽ അത് നെഗറ്റീവിൽ എങ്ങനെ പറയും? ഞാൻ ഇന്നലെ 3 കിലോമീറ്റർ നടന്നില്ല. അപ്പൊ നടക്കുക എന്നുള്ളതിന് വാക്ക്, വാക്ക്ഡ്. നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മള് ഐ നോട്ട് വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പാസ്റ്റില് നെഗറ്റീവ് പറയാൻ വേണ്ടി ഈ വാക്ക്ഡ് എന്നുള്ളതിനകത്ത് ഏതുണ്ട്? ഡിഡ് അടങ്ങിയിട്ടുണ്ട് അവിടെ. എപ്പോഴും ഓർക്കുക, വാക്ക്ഡ് പാസ്റ്റ് ഫോമിനകത്ത് ഹിഡൻ ആയിട്ട് അവിടെ പറയുന്നില്ലെന്നേ നമ്മളുള്ളൂ. ഡിഡ് വാക്ക് എന്നാണ്. ഐ വാക്ക്ഡ് 3 കിലോമീറ്റർ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഡിഡ് വാക്ക് ആണ് അവിടെ വരുന്നത്. ഏതായിട്ട് പറയുന്നത്? വാക്ക്ഡ്. അപ്പൊ തിരിച്ചു പറയുമ്പോ വാക്ക്ഡ് എന്നുള്ളത് എങ്ങനെയാന്ന് ഓർക്കണം? ഡിഡ് വാക്ക് എന്ന് പറഞ്ഞിട്ട് ഓർത്തിട്ട് നമ്മൾ എങ്ങനെ പറയണം? ഐ ഡിഡിന്റ് വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. പിന്നെ ഡിഡിന്റെ കൂടെ ഏത് പറയില്ല? ഇ ഡി ഫോമോ പാസ്റ്റ് ഫോമോ പറയില്ല. അതെപ്പോഴും ഓർക്കണം, കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്. അത് ഓർത്ത് വെച്ചാൽ മതി. പാസ്റ്റ് ഫോമിനകത്ത് ഹിഡൻ ആയിട്ട് എന്തുണ്ട്? ഡിഡ് ഉണ്ട്. പോസിറ്റീവില് നമ്മളത് പറയുന്നില്ല. നെഗറ്റീവ് പറയുമ്പോ ആ V1 ഫോമിനോടുകൂടി ഏത് ചേർത്ത് പറയുന്നു? ഡിഡ് നോട്ട്. ഇപ്പൊ എങ്ങനെ പറയും? ഐ ഡിഡിന്റ് വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഓക്കെ, അടുത്ത നോക്കിക്കേ. അവൻ ക്രിക്കറ്റ് കളിച്ചു. ഹി പ്ലേഡ് ക്രിക്കറ്റ്. പ്ലേഡ് എന്ന് പറയുമ്പോ അതിനകത്ത് എന്തുണ്ട്? ഡിഡ് പ്ലേ. തിരിച്ച് അവൻ ക്രിക്കറ്റ് കളിച്ചില്ല. എങ്ങനെ പറയും? ഹി ഡിഡിന്റ് പ്ലേ ക്രിക്കറ്റ്. ഡിഡിന്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായോ? നെഗറ്റീവിൽ എങ്ങനെയാ വരുന്നെന്ന്. പാസ്റ്റ് ഫോമിനകത്ത് ഡിഡ് ഹിഡൻ ആണ്. പ്രസന്റ് സ്റ്റേറ്റ്മെന്റില് പോസിറ്റീവിൽ അത് പറയുന്നില്ല. നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ അത് എടുത്തിട്ട് വേണം പറയാൻ. അപ്പൊ ഹി ഡിഡിന്റ് പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, അടുത്ത വാചകം നോക്കിക്കേ. അവൾ എന്നോട് ചോദിച്ചു. നമ്മൾ മുമ്പേ പോസിറ്റീവിൽ പറഞ്ഞതാണ്. അവൾ എന്നോട് ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ. ഇനി നെഗറ്റീവ് എങ്ങനെ പറയും? അവൾ എന്നോട് ചോദിച്ചില്ല. അപ്പൊ ആസ്ക്ഡ് എന്നുള്ളത് എന്താണ്? ഡിഡ് ആസ്ക് ആണ്. അപ്പൊ തിരിച്ചെങ്ങനെ പറയും? ഷീ ഡിഡിന്റ് ആസ്ക് മീ. അവൾ എന്നോട് ചോദിച്ചില്ല. ഓക്കെ, ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. നമ്മൾ പറഞ്ഞു വി ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചില്ല. എങ്ങനെ പറയും? വി ഡിഡിന്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഡിഡ് ഈറ്റ് ആണ് ഏത്? എയ്റ്റ്. വി ഡിഡിന്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണെങ്കിൽ എങ്ങനെ പറയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. അപ്പോ എങ്ങനെ പറയും? ഡിഡ് ഹാവ് ആണ് ഏത്? ഹാഡ്. അപ്പൊ ഇവിടെ എങ്ങനെ പറയും? വി ഡിഡിന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഹാഡിന്റെ നെഗറ്റീവ് അപ്പൊ എങ്ങനെ പറയും? ഡിഡ് ഹാവ് ആണ് ഹാഡ്. അപ്പൊ എങ്ങനെ പറയും? വി ഡിഡിന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അത് മനസ്സിലാക്കി വെക്കണേ. വി ഡിഡിന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നില്ലെങ്കിൽ വി ഡിഡിന്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അതിലും നല്ലത് വി ഡിഡിന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ഇന്നലെ പോയി. നമ്മളെ പഠിച്ചതാണ് അവിടെ. ഹി വെന്റ് യെസ്റ്റർഡേ. അപ്പൊ ഗോ, വെന്റ്. വെന്റ് എന്ന് പറയുമ്പോ എന്താണ്? ഡിഡ് ഗോ. ഡിഡ് പ്ലസ് പ്രസന്റ് ഫോം ആണ് ഏത്? പാസ്റ്റ്. അവൻ ഇന്നലെ പോയില്ല. അപ്പൊ എങ്ങനെ പറയും? ഹി ഡിഡിന്റ് ഗോ യെസ്റ്റർഡേ. പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒന്നില്ലെങ്കിൽ ഡിഡ് പ്ലസ് പാസ്റ്റ് പറയും, അല്ലെങ്കിൽ നോട്ട് ചേർത്ത് പറയും. അങ്ങനെ പറയരുത്. ഇത് മനസ്സിലാക്കി വെക്കണം, തെറ്റ് വരരുത്. പാസ്റ്റ് പറയുമ്പോൾ ഡിഡിന്റെ ഉപയോഗം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം, നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും. അപ്പൊ ഹി ഡിഡിന്റ് ഗോ യെസ്റ്റർഡേ. അവൻ ഇന്നലെ പോയില്ല. റാണി ഹോംവർക്ക് ചെയ്തു. റാണി ഡിഡ് ദ ഹോംവർക്ക്. നമ്മൾ അവിടെ പഠിച്ചതാണ്.
ഇനി എങ്ങനെ പറയും റാണി ഹോംവർക്ക് ചെയ്തില്ല? നിങ്ങൾ നോക്കിക്കേ, ഈ ആദ്യത്തെ ഡിഡ് എന്ന് പറയുന്ന റാണി ഡിഡ് എന്ന് പറയുന്നത് ചെയ്യുക ഡൂവിന്റെ പാസ്റ്റ് ആണ്, ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറയും? റാണി ഹോംവർക്ക് ചെയ്തില്ല. ഇവിടെ വീണ്ടും എന്ത് വരണം? ഡിഡ് എന്ന് പറയുന്നത് ഡിഡ് ഡു ആണ്. ആ ഡിഡ് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് ഡു, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ചെയ്തു എന്നുള്ളതിന്റെ പ്രസന്റ് ഫോം ഏതാണ്? ഡു. അപ്പൊ ആ ഡിഡിനകത്ത് ഏത് ഹിഡൻ ആണ്? മനസ്സിലായോ? ആ ഡിഡിനകത്ത് ഡിഡ് ഡു എന്നുണ്ട്. അപ്പം എങ്ങനെ പറയും? റാണി ഹോംവർക്ക് ചെയ്തില്ല. റാണി ഡിഡിന്റ് ഡു ദ ഹോംവർക്ക്. ഈ ഹാവിന്റെയും ഡിഡിന്റെയും ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്ത് പറയുന്നത്. റാണി ഡിഡിന്റ് ഡു ദ ഹോംവർക്ക്. ആദ്യത്തെ ഡിഡ് ഓക്സിലറി വെർബ്, രണ്ടാമത്തെ ഡു മെയിൻ വെർബ്. ഡിഡ് ഡു ആണ് ആ ഡിഡ് എന്ന് പറയുന്ന ചെയ്തു എന്ന് പറയുന്ന മെയിൻ വെർബ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഐ ഡിഡിന്റ് വാക്ക്, ഹി ഡിഡിന്റ് പ്ലേ, ഷി ഡിഡിന്റ് ആസ്ക്, വി ഡിഡിന്റ് ഈറ്റ്, റാണി ഡിഡിന്റ് ഡു. ഒരിക്കലും റാണി ഡിഡിന്റ് ഡിഡ് എന്നോ വി ഡിഡിന്റ് എയ്റ്റ് എന്നോ ഒന്നും പറയരുത്. എപ്പോഴും ഡിഡിന്റെ കൂടെ എന്തേ വരത്തുള്ളൂ? ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോമേ വരുവുള്ളൂ. ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പൊ നെഗറ്റീവ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ എങ്ങനെ ഡിഡ് വരും എന്ന് നോക്കാം. ഓക്കെ, പാസ്റ്റിലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡിഡ് അവിടെ വരണം. ഈ സെന്റൻസ് തന്നെ നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ 3 കിലോമീറ്റർ നടന്നു. നമ്മൾ എങ്ങനെ ചോദിക്കും? നിങ്ങൾ ഇന്നലെ 3 കിലോമീറ്റർ നടന്നോ? 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. യെസ് ഓർ നോ എന്ന ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യൻസും. ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ ലിങ്ക് അതിനകത്ത് ഇട്ട് തരാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ക്ലാസ്. അപ്പൊ ഏതാണ് യെസ് ഓർ നോ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വേർഡ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കും? നിങ്ങൾ ഇന്നലെ 3 കിലോമീറ്റർ നടന്നോ? എങ്ങനെ ചോദിക്കും? ഡിഡ് യു അല്ലെങ്കിൽ നീ ഡിഡ് യു വാക്ക്. അതെങ്ങനെ വന്നേ? വാക്ഡ് എന്നുള്ളത് എങ്ങനെയാ മാറ്റി? ഡിഡ് വാക്ക്. അപ്പൊ എങ്ങനെ ചോദിക്കും? ഡിഡ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. നീ ഇന്നലെ 3 കിലോമീറ്റർ നടന്നോ? ഓക്കെ, ഡിഡ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഒരിക്കലും ഡിഡ് യു വാക്ഡ് എന്ന് ചോദിക്കരുത്. ഡിഡ് വാക്ക്, ഡിഡ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ. ഇതിന്റെ തന്നെ നെഗറ്റീവിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? നമുക്ക് നെഗറ്റീവും ചോദിക്കാമല്ലോ. നീ ഇന്നലെ 3 കിലോമീറ്റർ നടന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ 3 കിലോമീറ്റർ നടന്നില്ലേ? എങ്ങനെ ചോദിക്കും? ഡിഡിന്റ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഡിഡിന്റ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഒരു സെന്റൻസ് എടുത്തിട്ട് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു പഠിക്കുമ്പോൾ അതങ്ങനെ മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെന്റൻസ്, ഇപ്പൊ ഞാൻ ഇന്നലെ പോയി, ഐ വെന്റ് യെസ്റ്റർഡേ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും? ഡിഡ് യു ഗോ യെസ്റ്റർഡേ. അതിന്റെ നെഗറ്റീവ് എങ്ങനെ ചോദിക്കും? നെഗറ്റീവ് എങ്ങനെ നമ്മൾ പറയും? ഐ ഡിഡിന്റ് ഗോ യെസ്റ്റർഡേ. തിരിച്ചെങ്ങനെ ചോദിക്കും? ഡിഡിന്റ് യു ഗോ യെസ്റ്റർഡേ. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പഠിക്കണം അത്. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് പഠിക്കാം. നിങ്ങൾ ഇന്നലെ 3 കിലോമീറ്റർ നടന്നില്ലേ? എങ്ങനെ ചോദിക്കും? ഡിഡിന്റ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് എന്നോ നോ എന്നോ ആൻസർ വരുന്നത്. നിങ്ങൾ ഇന്നലെ 3 കിലോമീറ്റർ നടന്നോ? ഡിഡ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. നടന്നില്ലേ? ഡിഡിന്റ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഇനി നിങ്ങൾ നോക്കിക്കേ, എപ്പോഴാണ് നിങ്ങൾ 3 കിലോമീറ്റർ നടന്നത്? നമുക്ക് അങ്ങനെയും ചോദിക്കാം ഇല്ലേ? എപ്പോഴാണ് നിങ്ങൾ 3 കിലോമീറ്റർ നടന്നത്? എപ്പോൾ എന്നുള്ളതിന്റെ വാക്ക് എന്താണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വേർഡ്? വെൻ. അപ്പൊ എങ്ങനെ ചോദിക്കും? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്സിലറി വെർബ്, സബ്ജക്ട് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. നീ എപ്പോഴാണ് നടന്നത്? വെൻ ഡിഡ് യു വാക്ക് 3 കിലോമീറ്റർ യെസ്റ്റർഡേ. ഇനി നോക്കിക്കേ, ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ ഞാൻ പറയാം. ഹു ആര്, വാട്ട് എന്ത്, വിച്ച് ഏത്, വൈ എന്തുകൊണ്ട്, ഹും ആരെ, ഹുസ് ആരുടെ, വേർ എവിടെ,
when, എപ്പോൾ. ഇതെല്ലാം WH കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ WH. അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നത്, WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഏതാണോ നമുക്ക് ആൻസർ കിട്ടേണ്ട ചോദ്യം അവിടെ വരേണ്ടത്, ആ ചോദ്യം ആദ്യം ചേർക്കുക. പിന്നെ ഓക്സിലറി വെർബ്, പാസ്റ്റിലാകുമ്പോൾ ഓക്സിലറി വെർബ് എന്ത് വരും, ഡിഡ്. അടുത്ത ഹൗ, എങ്ങനെ. ഹൗ മെനി, എത്ര എണ്ണം. ഹൗ മച്ച്, എത്രമാത്രം. ഹൗ ഫാർ, എത്ര ദൂരം. ഹൗ ലോങ്, ടൈം ഡ്യൂറേഷൻ കാണിക്കാൻ, എത്ര സമയം. ഹൗ ഓഫൺ, ഫ്രീക്വൻസി, എത്ര തവണ. ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, നമ്മൾ എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്, അതിനനുസരിച്ച് എന്ത് ചോദിക്കണം, ക്വസ്റ്റ്യൻ വേർഡ് അവിടെ ഉപയോഗിക്കണം. ഓക്കെ, ഇനി നോക്കിക്കേ. അവൻ ക്രിക്കറ്റ് കളിച്ചു. ഹി പ്ലേഡ് ക്രിക്കറ്റ്. അതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയും, അവൻ ക്രിക്കറ്റ് കളിച്ചില്ല. ഹി ഡിഡിന്റ് പ്ലേ ക്രിക്കറ്റ്. പ്ലേഡ് എന്നുള്ളതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ്, ഡിഡിന്റ് പ്ലേ. ഹി ഡിഡിന്റ് പ്ലേ ക്രിക്കറ്റ്. ഇനി യെസ് എന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും, അവൻ ക്രിക്കറ്റ് കളിച്ചോ. ഡിഡ് ഹി പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചോ. തിരിച്ച് അവൻ ക്രിക്കറ്റ് കളിച്ചില്ലേ. ഇപ്പൊ എങ്ങനെ ചോദിക്കണം, നെഗറ്റീവ് ക്വസ്റ്റ്യനിലെ ചോദിക്കണം. ഡിഡിൻ ഹി പ്ലേ ക്രിക്കറ്റ്. നമ്മൾ നെഗറ്റീവിൽ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നെങ്കിൽ എങ്ങനെ പറയും, അവൻ ക്രിക്കറ്റ് കളിച്ചില്ല. ഹി ഡിഡിൻ പ്ലേ ക്രിക്കറ്റ്. തിരിച്ചെങ്ങനെ ചോദിക്കും, ഡിഡിൻ ഹി പ്ലേ ക്രിക്കറ്റ്. ഞാൻ പിള്ളേരെ ടെൻസ് പഠിപ്പിക്കുമ്പോൾ അവരോട് ഞാൻ പറയും, പാസ്റ്റിൽ ഏത് ടെൻസ് പഠിപ്പിച്ചാലും അതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും പറവാക്കി വിടും ടെൻസിനോടൊപ്പം. അപ്പൊ അവർക്ക് തെറ്റില്ല. ഇപ്പൊ ഐ ഏറ്റ് ആൻ ആപ്പിൾ, തിരിച്ചു പറയുമ്പോൾ ഡിഡ് യു ഈറ്റ് ആൻ ആപ്പിൾ. പോസിറ്റീവ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് അപ്പോഴേ മനസ്സിലോർക്കണം, ഐ ഡിഡിന്റ് ഈറ്റ്. തിരിച്ചു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും, ഡിഡിന്റ് യു ഈറ്റ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കണം. അപ്പൊ അതൊരിക്കലും പിന്നെ തെറ്റില്ല. റിവൈസ് ചെയ്യണം, മനസ്സിലിട്ട് ഇങ്ങനെ പറഞ്ഞു പഠിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കുക, അവൻ എന്താണ് കളിച്ചത്. ഇത്രയും നേരം നമ്മൾ യെസ് ഓർ നോ എന്നുള്ള ഉത്തരം കിട്ടാനാണ് ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇനി അവൻ എന്താണ് കളിച്ചത്, അവൻ ക്രിക്കറ്റ് കളിച്ചു. എന്താണ് കളിച്ചത്, നമുക്ക് എന്ത് ആൻസർ കിട്ടണം, ക്രിക്കറ്റ് എന്ന ആൻസർ കിട്ടണം. അപ്പൊ എന്തെന്നുള്ളതിന് ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, വാട്ട്. പിന്നെ ഓക്സിലറി വെർബ് എന്താണ് പാസ്റ്റിൽ വരുന്നത്, ഡിഡ്. വാട്ട് ഡിഡ് ഹി പ്ലേ, അവൻ എന്ത് കളിച്ചു. ഓക്കെ, ഞങ്ങൾ വീട്ടിൽ പോയി. എങ്ങനെ പറയും, വി. പോയി എന്നുള്ളതിന്റെ V2 ഫോം എന്താണ്, ഗോയുടെ വെന്റ്. വി വെന്റ് ഹോം. ഞങ്ങൾ വീട്ടിൽ പോയില്ല. ഡിഡ് ഗോയാണ്, വെന്റ്. അപ്പൊ എങ്ങനെ പറയും, വി ഡിഡിന്റ് ഗോ ഹോം. നമ്മൾ അവിടെ കണ്ടതാണ്. നിങ്ങൾ വീട്ടിൽ പോയോ. ഡിഡ് യു ഗോ ഹോം. നിങ്ങൾ വീട്ടിൽ പോയില്ലേ. ഡിഡിന്റ് യു ഗോ ഹോം. ഇനി നീ എവിടെ പോയി എന്ന് ചോദിക്കാം അതിനകത്തുനിന്ന്, ഇല്ലേ. അതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നീ എവിടെ പോയി. എവിടെ എന്നുള്ളതിന് എന്താണ്, വെയർ. അപ്പൊ എങ്ങനെ ചോദിക്കും, വെയർ യു വെന്റ് എന്നല്ല, പിന്നെ എന്താണ്, ഡിഡ് ഗോയാണ് എന്ത്, വെന്റ്. അപ്പൊ എങ്ങനെ ചോദിക്കും, ക്വസ്റ്റ്യൻ വേർഡ് വെയർ, ഓക്സിലറി വെർബ് ഡിഡ്, പിന്നെ സബ്ജക്റ്റ് വരുന്ന എന്താണ്, യു, ദെൻ വെർബ് ഗോ. അപ്പൊ എങ്ങനെ ചോദിക്കും, വെയർ ഡിഡ് യു ഗോ. ആ രണ്ട് ഫോമാറ്റും പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്കാണ് ക്വസ്റ്റ്യൻ വേർഡിന്റെ. ഓക്സിലറി വെർബ് സ്റ്റാർട്ട് ചെയ്യും യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ. ഓക്കെ, വേർ ഡിഡ് യു ഗോ. ഇനി നോക്കിക്കേ, റീന ക്ലീൻഡ് ദ കിച്ചൺ. റീന കിച്ചൺ വൃത്തിയാക്കി. നെഗറ്റീവ് എങ്ങനെ പറയും, റീന ഡിഡിന്റ് ക്ലീൻ ദ കിച്ചൺ. വൃത്തിയാക്കിയില്ല. വൃത്തിയാക്കിയോ. ഡിഡ് റീന ക്ലീൻ ദ കിച്ചൺ. വൃത്തിയാക്കിയില്ലേ. ഡിഡിന്റ് റീന ക്ലീൻ ദ കിച്ചൺ. ഇനി ആരാണ് കിച്ചൺ വൃത്തിയാക്കിയത്, ആരെന്നുള്ളതിന് എന്താണ്, ഹു. ഇപ്പൊ എങ്ങനെ ചോദിക്കും, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ആൻസർ ആയിട്ട് വരുമ്പം അവിടെ ഓക്സിലറി വെർബിന്റെ ആവശ്യമില്ല. അപ്പൊ എങ്ങനെ ചോദ്യം ചോദിക്കും, ഹു ക്ലീൻഡ് ദ കിച്ചൺ. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് എന്ത് വരുന്നില്ല, ഇവിടെ ഓക്സിലറി വെർബ് വരുന്നില്ല. മനസ്സിലായോ? സബ്ജക്റ്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിന്റെ കൂടെ എന്ത് വരികയില്ല, അവിടെ ഓക്സിലറി വെർബ് വരികയില്ല. ഡയറക്റ്റ് എന്തിലോട്ട് പോവുകയാണ്, വെർബിലോട്ട്. ഹു ക്ലീൻ ദ കിച്ചൺ.
ഇപ്പൊ എന്റെ കൂടെ എന്റെ അമ്മ വന്നു. ഹു കെയിം വിത്ത് യു എന്ന് മതി, അല്ലാണ്ട് ഡിഡ് കം എന്ന് ചോദിക്കണ്ട. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആരാണ് വൃത്തിയാക്കിയത് എന്നുള്ള ആൻസർ എന്താണ്? ഹു ആണ് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പൊ എന്ത് വന്നം? ഹു ക്ലീൻ ദ കിച്ചൺ. ഓക്കെ. ഞാൻ കഴിഞ്ഞ ആഴ്ച രോഹിത്തിനെ കണ്ടു. കാണുക എന്നുള്ളതിന് എന്താണ്? മീറ്റ്. കണ്ടു എന്നുള്ളത് മെറ്റ്. അപ്പൊ എങ്ങനെ പറയും? ഐ മെറ്റ് രോഹിത് ലാസ്റ്റ് വീക്ക്. ആ മെറ്റ് എന്നുള്ളതിന് എന്താണ്? ഡിഡ് മീറ്റ് ആണ്. നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്ത് പറയില്ല? ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്റ്റേറ്റ്മെന്റിൽ ഐ മെറ്റ് രോഹിത് ലാസ്റ്റ് വീക്ക്, അല്ലാണ്ട് ഐ ഡിഡ് മീറ്റ് എന്ന് പറയില്ല. പക്ഷേ ചില സ്ഥലത്ത് നമ്മളിപ്പോ ഞാൻ രോഹിത്തിനെ കഴിഞ്ഞ ആഴ്ച കണ്ടു, നീ ശരിക്കും രോഹിത്തിനെ കഴിഞ്ഞ ആഴ്ച കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തറപ്പിച്ച് പറയാൻ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഡിഡ് മീറ്റ് രോഹിത് ലാസ്റ്റ് വീക്ക്. ഉവന്നേ, ഞാൻ രോഹിത്തിനെ കണ്ടു എന്നെങ്ങനെ പറയും? ഐ ഡിഡ് മീറ്റ് രോഹിത് ലാസ്റ്റ് വീക്ക്. അങ്ങനെ പറയും. നമ്മൾ തറപ്പിച്ച് പറയാൻ വേണ്ടി, ഉറപ്പിച്ച് പറയാൻ വേണ്ടി. ഒരു സംശയം കേൾക്കുന്നവർ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അല്ല എന്ന് ഞാൻ കണ്ടു എന്ന് ഉറപ്പിച്ച് പറയാം, അല്ലെ ഞാൻ തിന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ ഐ ഡിഡ് ഈറ്റ് അല്ലെങ്കിൽ ഐ ഡിഡ് മീറ്റ് രോഹിത് ലാസ്റ്റ് വീക്ക്. ഓക്കെ. ഇനി നിങ്ങൾ അതുപോലെ, അതായത് എംഫസൈസ് ചെയ്ത് പറയാൻ, ഞാൻ ഇന്നലെ ലോയറുടെ അടുത്ത് പോയി, ഉറപ്പിച്ച് പറയാൻ, എംഫസൈസ് ചെയ്ത് ഊന്നി പറയാൻ വേണ്ടി ഐ വെന്റ് ടു ദ ലോയർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ലോയറിനെ കാണാൻ പോയി, വക്കീലിനെ കാണാൻ പോയി. പിന്നെ നീ വക്കീലിനെ കാണാനൊന്നും പോയില്ല, ചുമ്മാ പറയാതെ. ഇല്ലെന്നേ, ഞാൻ പോയി എന്ന് പറയുമ്പോ എങ്ങനെ പറയും? ഐ ഡിഡ് ഗോ ടു ദ ലോയർ യെസ്റ്റർഡേ. എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി, ഊന്നി പറയാൻ വേണ്ടിയാണ് അങ്ങനെ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്ത് ഉപയോഗിക്കും? ഡിഡ് ഉപയോഗിക്കും. ഓക്കെ. ഇനി ഇവിടെ നോക്കിക്കേ, ടോം ഒരു കാർ വാങ്ങി. വാങ്ങുക എന്നുള്ളതിന് എന്താണ്? ബൈ. അതിന്റെ V2 എന്താണ്? ബോട്ട്. അപ്പൊ എങ്ങനെ പറയും? ടോം ബോട്ട് എ കാർ. നെഗറ്റീവ് എങ്ങനെ പറയും? ടോം ഡിഡിന്റ് ബൈ എ കാർ. നമ്മൾ ഇത്രയും നേരം പഠിച്ചതെല്ലാം നമുക്ക് ഒന്ന് ഉറപ്പിച്ച് പറയാം. അപ്പൊ എവിടെയെല്ലാം ഉപയോഗിക്കുന്നു പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റിനകത്ത് സാധാരണ നമ്മൾ പറയുമ്പോൾ ഡിഡ് ചേർത്ത് പറയില്ല. നെഗറ്റീവ് പറയുമ്പോൾ പറയും. പോസിറ്റീവ് ക്വസ്റ്റിനകത്ത് പറയും. നെഗറ്റീവ് ക്വസ്റ്റിനകത്ത് പറയും. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനിൽ പറയും. എംഫസൈസ് ചെയ്ത് പറയാൻ പറയും. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം. ടോം ഒരു കാർ വാങ്ങി. ടോം ബോട്ട് എ കാർ. ഇനി ടോം കാർ വാങ്ങിയില്ല. ടോം ഡിഡിന്റ് ബൈ എ കാർ. ഇനി ടോം കാർ വാങ്ങിയോ? ഡിഡ് ടോം ബൈ എ കാർ. ഇനി ടോം കാർ വാങ്ങിയില്ലേ? ഡിഡിന്റ് ടോം ബൈ എ കാർ. ഇതിനകത്ത് നിന്ന് ഇനി ഒരു ക്വസ്റ്റ്യൻ വേർഡ് ചോദ്യം എന്ത് ചോദിക്കാം നമുക്ക്? ടോം എന്ത് വാങ്ങി? ഇപ്പൊ എങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് ടോം ബൈ? ടോം എന്താണ് വാങ്ങിയത്? കാർ വാങ്ങി. ഇനി എംഫസൈസ് ചെയ്ത് പറയണെങ്കിലോ, ഇവനെ ടോം കാർ വാങ്ങിയെന്നേ. എങ്ങനെ പറയും? ടോം ഡിഡ് ബൈ എ കാർ. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഡിഡിന്റെ ഉപയോഗം ഇംഗ്ലീഷിൽ എവിടെയൊക്കെ വരുമെന്നാണ്. പാസ്റ്റില് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനകത്ത് വരും, നെഗറ്റീവിനകത്ത് വരും. ഇവിടെ എല്ലാം ഡിഡ് ഉപയോഗിക്കും. എംഫസൈസ് ചെയ്ത് പറയാനും ഉപയോഗിക്കും. അപ്പൊ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് ഡിഡ് മനസ്സിലാക്കി വെക്കണം. എന്റെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ 2 എക്സസൈസ് നിങ്ങൾക്ക് തരാം. അത് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടുക. നോക്കിക്കേ, രാജു ഒരു പടം വരച്ചു. വരയ്ക്കുക എന്നുള്ളതിന് നിങ്ങൾക്കറിയാം, ഡ്രോ. ഓക്കെ. B2 ഫോം ഡ്രോ. നിങ്ങൾ എന്താണ് പഠിച്ചത്? നിങ്ങൾ എന്താണ് പഠിച്ചത്? ഇത് രണ്ടും ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.